അറിയില്ല. പക്ഷെ സാറിന് എനിക്കറിയാം. ഞാൻ കോട്ടയം മെഡിക്കൽ പഠിക്കുമ്പോൾ സാറ് എൻ്റെ ഗുരുവായിരുന്നു. അവസരം ചെയ്യുമ്പോൾ പറയാം. ഈ സമയത്ത് വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ വിജയകുമാർ, എൻ്റെ സുഹൃത്ത്, പിന്നെ ബാലകൃഷ്ണ സാർ, സ്നേഹം നിറഞ്ഞ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ മെഡിവിഷൻ്റെ ഭാരവാഹികളും, പ്രത്യേകിച്ചും രജി വസന്ത്, അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ, ഈ അവസരം നമ്മുടെ ആരാധ്യനായ ചാൻസലർ പറഞ്ഞതുമാതിരി വളരെ ഡോക്ടർ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ആകമാന എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വിശകലനം ചെയ്തപ്പോൾ അതിലേക്ക് ഇനി വീണ്ടും ഞാൻ ആവർത്തനം ചെയ്യുന്നില്ല. ഈ മെഡിക്കൽ എൻസൈക്ലോപീഡിയ എഡ്യൂക്കേഷൻ ഇവിടെ പോകുന്ന സന്തോഷമുണ്ട്. കാരണം നമ്മൾ എത്ര അറിവ് കിട്ടും തോറും നമ്മുടെ പ്രവർത്തനശേഷി കൂടുകയുള്ളൂ. പക്ഷെ മെഡിക്കൽ രംഗത്ത് ഡോക്ടർ പവൻ സാർ പറഞ്ഞ മാതിരി വിവരം കൂടുന്തോറും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ ഈ ഡെങ്കിപ്പനിയുടെ കാര്യത്തിന് സാങ്കേതിക രോഗങ്ങൾ, എലിപ്പനി, ഡെങ്കിപ്പനി ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഞങ്ങൾക്കിപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ വളരെ പാരസ്റ്റമോൾ അല്ലെങ്കിൽ വെപ്പാലിൻ്റെ ക്ലോസിനൊക്കെ കഴിച്ചതിന് എന്ത് പനിയെന്ന് അറിയാതെ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞൊക്കെ മാറാതാവുമ്പോഴാണ് ആസ്പത്രി സമീപിക്കുന്നത്. ഇങ്ങനെ വിവരം കിട്ടി ജനങ്ങളിലുള്ള ആ വിജ്ഞാനം അത് യൂസും അതിനോടൊപ്പം അതിനെ ദുരുപയോഗപ്പെടുത്തുന്നതോളം നമ്മളത് അനാലിസ് ചെയ്യേണ്ട സമയം ആയിരിക്കും. ഇപ്പം എന്ത് പനി വന്നാലും ഉടനെ കുട്ടികൾക്കായിരുന്നു സിറപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ ആ ഒരു കുറച്ച് ഡിലേഡ് ആയിട്ട് ആസ്പത്രി കൊണ്ടുപോയി അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം കാരണം ഇവിടെ തിരുവനന്തപുരം ജില്ലയിലല്ല ഡെങ്കിപ്പനി പിടിച്ച് കൺഫേംഡ് ആയിട്ട് ആ സിറോളജി രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ 7 പേരും, ഇത് സംശയമായിട്ട് 4 പേര്, അങ്ങനെ 15 പേരാണ് ഡെങ്കിപ്പനി എന്ന് വരച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ ഇവർ ആസ്പത്രിയിൽ എത്തുന്നത് വളരെ വൈകിട്ടാണ് എത്തുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് മരുന്ന് കഴിക്കുകയാണ്. പനി സാധാരണ പനിയാണ്, ജലദോഷ പനിയാണ്, ഇതിന് പേര് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് ക്ലോസിന് അല്ലെങ്കിൽ ഭർത്താവില്ല, അതിന് മെഡിക്കൽ അല്ലെങ്കിൽ പെട്ടിക്കടലൊക്കെ മരുന്നുണ്ട്, അത് കഴിച്ച മരുന്നുള്ള എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്രവണത നമ്മുടെ സമൂഹത്തിന് നല്ലതാണോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് അവലോകനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. പ്രത്യേകിച്ചും ഈ സാംക്രമിക രോഗങ്ങൾ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൽഫ് മെഡിക്കേഷൻ, അത് സ്വന്തമായി ചികിത്സ നടത്തുന്നത് സ്വയം നമ്മൾക്ക് തന്നെ ഒരു ആദ്യമായി മാറില്ല, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ നശിക്കാനുള്ളതായ ഇത് തീരുന്നതാണോ എന്നുള്ളത് ഇവിടെ മെഡിക്കൽ വിദഗ്ധരായ പൗര സാറുണ്ട്, ഇക്ബാൽ സാറുണ്ട്, ഇവരൊക്കെ ഉണ്ട്. നമ്മൾ അതിനെ പറ്റി ചിന്തിക്കേണ്ട കാലതിക്രമിച്ച് കഴിഞ്ഞു. ഈ സമയത്ത് ഈ CD ഇപ്പോൾ ഇതിനെ പറ്റി സാൾസും അതുപോലെ തന്നെ വൈറൽ ഡിസീസ്, വൈറസാണ് ഏറ്റവും നമുക്ക് പേടിക്കേണ്ട ഒരു ശത്രുവായി മാറിയിരിക്കുന്നത്. കാരണം വൈറസ് ഇപ്പൊ സാർസ് പറഞ്ഞ വായുവിടെ വൈറസ് ആണ്. ഇപ്പൊ ഡെങ്കി വൈറസ് പറഞ്ഞാല് കൊതുകിന്റെ വഴിക്കാണ് വരുന്നത്. ഏറ്റവും പേടിച്ചിരുന്നത് സാർസ് ആയിരുന്നു. അതിന്റെ ഇമ്പാക്ട് ഇപ്പൊ ഇന്ത്യയിലും കേരളത്തിലും ഇന്നിപ്പോ ഇല്ല, അതൊക്കെ ഇപ്പൊ തീർന്നുപോയി. ഈടെ ഏറ്റവും ഡെങ്കി അത് കൊതുക് കൂടി വരുന്ന ഒരു വൈറസാണ്. അപ്പൊ ഇത് നമ്മൾ വൈറസ് കൊണ്ട് ഏത് ഇപ്പൊ 1918 6 മില്യൺ ജനങ്ങളാണ് ഇൻഫ്ലുവൻസ വൈറസ് കൊണ്ട്, സ്വയം വൈറസ് കൊണ്ട് മരിച്ചത്. 6 മില്യൺ. ഇതുപോലെ നമ്മൾ എപ്പോഴും ഇനി ഭാവിയിൽ നമ്മളൊരു അപകടത്തിലേക്ക് നീങ്ങുമ്പോഴത്തേക്കും തോന്നുന്നു ഈ പോക്ക് കണ്ടിട്ട്. ഒന്നാമത് നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ അപരശേഷം നമ്മുടെ പണ്ടത്തേക്കാളൊക്കെ തിക് പോപ്പുലേറ്റഡ് ആയിട്ട് നമ്മൾ താമസിക്കുന്നത്. അതന്നെ ഒരു കാരണമായിട്ട് നമുക്ക് കൂട്ടും. കാരണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ വളരെ നെഗ്ലിജന്റ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ വലിച്ചെറിയാൻ പലർക്ക് നമ്മൾ സ്വയം തീരുന്ന സമയം വന്നു. ഈ അവസരത്തില് ഈ മെഡിവിഷകരെ CD ഇറക്കുന്നു, സാൾസിനെ പറ്റി ഓരോ വൈറസിനെ പറ്റി ഇവർ തരുന്ന അറിവ് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക്, അതുപോലെ തന്നെ ജില്ലയിലെ ഹെൽത്ത് ആരോഗ്യ വകുപ്പിനും മെഡിക്കൽ കോളേജിലെ വകുപ്പിനും അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും കിട്ടുന്ന വിവരങ്ങൾ ഗ്രാമതലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. ഈ രംഗത്ത് അവരുടെ നന്ദി, നമസ്കാരം.